CAD സോഫ്റ്റ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഓട്ടോകാഡ് 2021, 2020 എന്നീ വേർഷനുകളിൽ ടൂളുകളിൽ വന്ന മാറ്റവും അതുപോലെ തന്നെ പുതിയ ഓപ്ഷനുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ഓട്ടോകാഡ് 2021ൻ്റെ വിൻഡോ. ഇതിൽ റിബൺസ്, മെനു ബാർ എന്നിവ കാണാം. ഇതിൽ വന്ന മാറ്റമുള്ള ടൂളുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഓരോ ഓപ്ഷൻ വൈസായിട്ട് നമുക്ക് ഓരോന്നോരോന്നും നോക്കാം. ആദ്യം തന്നെ വരുന്നത് ട്രിം ആൻഡ് എക്സ്റ്റെൻഡ്. ട്രിം എക്സ്റ്റെൻഡ് ടൂള്. പഴയ വേർഷനുകളിൽ ട്രിം ആൻഡ് എക്സ്റ്റെൻഡ് ടൂള് സാധാരണയായി ഉപയോഗിക്കുന്നത് TR ടൈപ്പ് ചെയ്തതിന് ശേഷം ഡബിൾ എൻ്റർ അടിച്ച് സെലക്ട് ചെയ്യുമ്പോഴാണ് കട്ടായി പോയിക്കൊണ്ടിരുന്നത്. ലേറ്റസ്റ്റ് വേർഷനിൽ TR അല്ലെങ്കിൽ ട്രിം എന്നുള്ള ഓപ്ഷൻ എടുത്ത് ജസ്റ്റ് ഒരു എൻ്റർ അല്ലെങ്കിൽ ഒരു ക്ലിക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് എക്സ്റ്റെൻഡ് ടൂളിൻ്റെയും കാര്യം. നമുക്കിത് ഇവിടെ ഒന്ന് നോക്കാം. ഈ കണ്ട പോലെ ട്രിം ഉപയോഗിക്കാം. അതുപോലെ തന്നെ എക്സ്റ്റെൻഡ് ടൂള്, അതുപോലെ എക്സ്റ്റെൻഡ് ടൂളും യൂസ് ചെയ്യാം. അടുത്ത ടൂളാണ് TWG ഹിസ്റ്ററി അഥവാ ഡ്രോയിങ് ഹിസ്റ്ററി. ഇത് 2021 വന്നിട്ടുള്ള ഒരു പുതിയൊരു ഓപ്ഷനാണ്. ഇത് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഓട്ടോഡെസ്കിൽ അക്കൗണ്ടിൽ, അതായത് സൈൻ ഇൻ ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കാണ് ഇത് കൂടുതൽ ഉപയോഗപ്രദമാകുന്നത്. സാധാരണ ഈ കാണുന്ന ഈ ഒരു ഭാഗത്ത് സൈൻ ഇൻ ചെയ്തതിന് ശേഷം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണയായി ഇതൊരു ഓട്ടോഡെസ്കിൻ്റെ ക്ലൗഡിൽ, അതായത് ഒരു ഗൂഗിൾ ഡ്രൈവ് പോലുള്ളൊരു ഭാഗത്ത് ഇത് സേവ് ചെയ്യുന്ന സമയത്ത് അത് സേവ് ആവും. നമ്മൾ ഏതൊരു ലൊക്കേഷനിൽ അല്ലെങ്കിൽ ഏതൊരു സൈറ്റിൽ പോയി കഴിഞ്ഞാലും നമ്മൾ ആൻഡ്രോയിഡ് ഫോണിലോ അല്ലെങ്കിൽ ടാബിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ തന്നെ നമുക്കത് ഓപ്പൺ ചെയ്യാനും സൈറ്റിൽ നിന്ന് നമുക്കതിൻ്റെ എഡിറ്റിംഗ് ചെയ്യുവാനും സാധിക്കുന്നൊരു ഓപ്ഷനാണ് ഈ ക്ലൗഡ് എന്ന് പറയുന്നത്, അഥവാ ഓട്ടോഡെസ്ക് 360, ഓട്ടോകാഡ് 360 എന്ന് പറയുന്ന ഓപ്ഷൻ. ഈ ഓപ്ഷൻ വെച്ച് ചെയ്യുന്നവർക്കാണ് ഇത് കൂടുതൽ ഉപയോഗപ്രദമാകുന്നത്. സൈൻ ഇൻ ചെയ്തതിന് ശേഷം സേവ് ചെയ്യുന്ന ഫയലിൻ്റെ ഹിസ്റ്ററി, അതായത് ചെയ്ത റീസെൻ്റ്ലി ലേറ്റസ്റ്റ് വർക്കുകളും അതിൻ്റെ തന്നെ പഴയ വർക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം ഓരോ തവണ സേവ് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് സേവായി ഫയലിനെ നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഈ ഒരു ഓപ്ഷൻ്റെ യൂസേജ്. അപ്പോൾ അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രോയിങ് ചെയ്തത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വർക്കും നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഫസ്റ്റ് അതെങ്ങനെയാണോ സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു വർക്കും നമുക്ക് കിട്ടും. അതാണ് ഈ DWG ഹിസ്റ്ററി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഡ്രോയിങ് ഹിസ്റ്ററി എന്ന് പറയുന്ന ടൂളിൻ്റെ യൂസേജ്. അടുത്ത ടൂളാണ് ക്വിക്ക് മെഷർ ടൂള്. ക്വിക്ക് ഡയമെൻഷൻ എന്ന ഓപ്ഷൻ നമ്മൾ പഴയ വേർഷനിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതായത് ഡയമെൻഷൻ പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടി, അതായത് നമ്മൾ ഡയമെൻഷൻ സ്റ്റൈൽ സെറ്റ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് നമുക്ക് ഡയമെൻഷൻ ഒറ്റ ക്ലിക്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനായിരുന്നു ഡയമെൻഷൻ്റെ അകത്ത് ക്വിക്ക് ഡയമെൻഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ. അത് ഈ വേർഷനിലും എല്ലാ വേർഷനിലും ഉണ്ട്, പഴയ വേർഷനിലൊക്കെ കാണാം. ഇതിലിപ്പോൾ ഈ പറയുന്നത് ക്വിക്ക് മെഷർ എന്ന് പറയുന്ന ഓപ്ഷൻ. ഇത് യൂസ് ചെയ്യുന്നത് സാധാരണയായിട്ട് നമുക്ക് ആംഗിൾസ് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ലെങ്ത്ത് കിട്ടാൻ വേണ്ടി, വിഡ്ത്ത് കിട്ടാൻ വേണ്ടി, ഏരിയ കിട്ടാൻ വേണ്ടി എന്നിവയെല്ലാം ഒറ്റ ക്ലിക്കിൽ കിട്ടുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് ക്വിക്ക് മെഷർ എന്ന് പറയുന്ന ഓപ്ഷൻ. ഇപ്പോൾ ഇവിടെ ഈ കാണുന്നത് പോലെ നമുക്ക് ഏരിയ കാണാം, അതുപോലെ തന്നെ ലെങ്ത്ത്, വിഡ്ത്ത് ഒക്കെ കാണാം നമുക്കിവിടെ. ഇനിയിപ്പോൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് ഇപ്പോൾ ഫ്ലോർ ഏരിയ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റ ക്ലിക്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്വിക്ക് മെഷർ എടുത്തതിന് ശേഷം ഇവിടെ ഈ ഒരു റൂമിൽ ക്ലിക്ക് ചെയ്ത് അതിനുശേഷം ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ച് ഓരോ റൂമും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ കാണുന്നത് പോലെ ഓരോ റൂമും സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം
ഇവിടെ താഴെ കാണാം നമുക്ക് എത്രയാണോ അതിൻ്റെ ഏരിയ, ടോട്ടൽ ഏരിയ എത്രയാണെന്നുള്ളത് നമുക്കിവിടെ കാണാം. ഇതൊരു ഫ്ലോർ ഏരിയ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് നോർമൽ പ്ലിന്ത് ഏരിയയും ഇതുപോലെ തന്നെ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് കാണാം. ബ്ലോക്ക് ലൈബ്രറീസ് നമ്മൾ സാധാരണ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഇൻസേർട്ട് എ ബ്ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ വെച്ച് നമ്മൾ റൈറ്റ് എ ബ്ലോക്ക് വെച്ച് ബ്ലോക്ക് ആക്കിയിട്ടുള്ള ബ്ലോക്സും അതേപോലെ മേക്ക് എ ബ്ലോക്ക് വെച്ചിട്ട് ബ്ലോക്ക് ആക്കിയിട്ടുള്ള ബ്ലോക്സും നമ്മൾ സാധാരണയായിട്ട് പഴയ വേർഷനിലൊക്കെ ഇൻസേർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു ലൈബ്രറി അല്ലെങ്കിൽ റീസെൻറ്റ് വർക്ക്സ് അങ്ങനെയുള്ള ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്, ഈ ഒരു ബ്ലോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഫയലുകൾ, അതായത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചില ബ്ലോക്കുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്ലോക്കുകൾ ഉണ്ടാകും. അപ്പോൾ അത് ഒന്നിൽ കൂടുതൽ ബ്ലോക്കുകളെ ഒരുമിച്ച് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു ലൈബ്രറി പോലെ കിട്ടി അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് ഈ ലൈബ്രറി എന്ന് പറയുന്നത്, ബ്ലോക്കിൻ്റെ അകത്ത് ലൈബ്രറി എന്ന് പറയുന്നത്. പിന്നെ റീസെൻറ്റ് ആയിട്ടുള്ള ബ്ലോക്കുകളെയാണ് ഈ റീസെൻറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ഏറ്റവും ലാസ്റ്റായിട്ട് ചെയ്തിട്ടുള്ള ബ്ലോക്കുകൾ അതായിരിക്കും ഈ ഒരു ലിസ്റ്റിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കുക. ഇപ്പം പഴയതുപോലെ നമ്മൾ ഇൻസേർട്ട് ബ്ലോക്ക് ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുത്ത് പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ജസ്റ്റ് ഒന്ന് ബ്ലോക്ക് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്ക്രീനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലോക്ക് അവിടെ വരുന്നതായിട്ട് കാണാം. ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് ബ്ലോക്ക് യൂസ് ചെയ്യുന്നത്. ഇൻസേർട്ട് ബ്ലോക്കിൽ വന്നിട്ടുള്ള മെയിനായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ പറയുന്ന ലൈബ്രറിയും അതുപോലെ തന്നെ ഈ റീസെൻറ്റ് ബ്ലോക്കുമാണ്. ബാക്കിയുള്ളതെല്ലാം ഇപ്പോൾ അതിൻ്റെ താഴെയായിട്ട് റൊട്ടേഷൻ കാണാം, സ്കെയില് കാണാം. നമുക്ക് സ്കെയിൽ ചെയ്യണമെങ്കിൽ സ്കെയിൽ ചെയ്യാം, അതേപോലെ തന്നെ ആംഗിൾ റൊട്ടേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. അതിനുള്ള ഓപ്ഷനൊക്കെ സാധാരണ പോലെ തന്നെ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 2 ഓപ്ഷനാണ് മെയിനായിട്ട് മാറ്റം വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ലൈബ്രറി എങ്ങനെയാണ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ബ്ലോക്ക് ഓപ്പൺ ആക്കി കൊടുക്കുക. ഓപ്പൺ ആക്കി കൊടുക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കാണാം, ലിസ്റ്റിൽ ഒരു ലിസ്റ്റായിട്ട് കാണാം. ആ ഒരു ഫയലിൻ്റെ അകത്തുള്ള ഇത്രയും ബ്ലോക്കുകളാണ് ആ ഒരു ഫയലിൻ്റെ അകത്ത് ഉള്ളത്. അപ്പോൾ ഇതാണ് ബ്ലോക്ക് ലൈബ്രറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഇത് ഓട്ടോകാഡ് 2020 മുതലാണ് വന്നിട്ടുള്ളത്. 2021ലും ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്.